ഹലോ എവരിവൺ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th യൂണിറ്റാണ്. ഓക്കെ, കഴിഞ്ഞ 3 യൂണിറ്റിലായിട്ട് എന്താണ് മെട്രിക്സ്, അതിൻ്റെ ഇൻവേഴ്സ്, ഡിറ്റർമിനൻസ്, കുറച്ച് പ്രോപ്പർട്ടീസ്, പിന്നെ അതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, എങ്ങനെയാണ് ഈ മെട്രിക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതെന്നും പഠിച്ചു. അതുതന്നെയാണ് ഈ യൂണിറ്റിലും പഠിക്കുന്നത്. പക്ഷേ അതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ ജനറലായിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള പ്രിസൈസ് ആയിട്ട് പഠിക്കുന്നു. അതായത് ബിസിനസ് എക്കണോമിക്സിൽ എങ്ങനെയാണ് മെട്രിക്സിനെ കൊണ്ടുവരുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നത് എന്നാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. Matrices are the most convenient way to compactly represent the data. Let us take some examples. അതായത് ഒരു പാരാഗ്രാഫിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയി തന്നിരിക്കുന്ന ഡാറ്റയെ ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ ക്രോഡീകരിച്ച് ഒരു മെട്രിക്സ് ഫോമിലാക്കുമ്പോൾ നമുക്കതൊന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് വലിയൊരു ലാർജ് ഡാറ്റേനെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇതിന് പ്രത്യേകമായിട്ടൊരു റൂൾ അല്ലെങ്കിൽ ഒരു തിയറി പറയാനൊന്നുമില്ല. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം വായിച്ച ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ അതിനെ മെട്രിക്സ് ആക്കി മാറ്റണം. അത് ഓരോരുത്തരുടെയും യുക്തി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിൾ, a firm has 3 factories F1, F2 and F3 and 4 warehouses W1, W2, W3, W4. It wants to find the minimum per unit transport cost from each factory to each warehouse. അപ്പോൾ 3 factories ഉണ്ട്, 4 warehouses ഉണ്ട്. It wants to find the minimum per unit transport cost from each factory to each warehouses. Given the cost data in matrix form in the following, find the minimum as well as maximum unit cost for each factory to transport its product to warehouses. അപ്പോൾ നമുക്ക് ഡാറ്റ ഓൾറെഡി മെട്രിക്സ് ഫോമിൽ തന്നിട്ടുണ്ട്. ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ വെയർഹൗസിലേക്കുള്ള പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റാണ് ഈ ടേബിൾ അല്ലെങ്കിൽ ഈ മെട്രിക്സിൽ തന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മിനിമം ആസ് വെൽ ആസ് മാക്സിമം യൂണിറ്റ് കോസ്റ്റ്. ഓരോ ഫാക്ടറിയിൽ നിന്നും ഏത് വെയർഹൗസിലേക്കാണ് മിനിമം കോസ്റ്റ് ആൻഡ് മാക്സിമം കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കുറച്ച് സെൻറ്റൻസ് ആയിട്ട് ഡാറ്റ തന്നിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്കൊരു മെട്രിക്സ് ഫോമിൽ ഡാറ്റ തന്നിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവുന്നുണ്ട്? ഫസ്റ്റ് ഫാക്ടറി F1-ൽ നിന്ന് ഏതിലേക്കാണ് മിനിമം കോസ്റ്റ് വരുന്നത്? 15 ആണ് മിനിമം കോസ്റ്റ് വരുന്നത്. അതുപോലെ F2 നോക്കുമ്പോഴോ, 15 അല്ല 12 ആണ് മിനിമം കോസ്റ്റ് വരുന്നത്. F2 നോക്കുമ്പോഴോ 10 ആണ് മിനിമം കോസ്റ്റ് വരുന്നത്. F3 നോക്കുമ്പോഴും 10 ആണ് മിനിമം കോസ്റ്റ് വരുന്നത്. അപ്പോൾ F1-ൽ നിന്ന് W4-ലേക്കാണ് മിനിമം കോസ്റ്റ് വരുന്നത്, F2-ൽ നിന്ന് W2-ലേക്ക്, F3-ൽ നിന്ന് W1-ലേക്ക്. പെർ യൂണിറ്റ് കോസ്റ്റ് ഇസ് മിനിമം ഫ്രം F1, F2, F3 ടു W4, W2, W1 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി മാക്സിമം കോസ്റ്റ് ഏതിലാണ് വരുന്നത്? F1-ൽ നിന്ന് മാക്സിമം കോസ്റ്റ് വരുന്നത് W3-ലേക്കാണ്, F2-ൽ നിന്ന് മാക്സിമം കോസ്റ്റ് വരുന്നത് W1-ലേക്കാണ്, F3-ൽ നിന്ന് മാക്സിമം കോസ്റ്റ് വരുന്നത് W2-ലേക്കാണ്. പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് മാക്സിമം ഫ്രം F1, F2, F3 ടു W3, W1 ആൻഡ് W2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് തന്നിരിക്കുന്ന, നീട്ടി തന്നിരിക്കുന്ന ഡാറ്റേനെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും.